കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. 24 വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടു. ഫിറ്റ്നസ് തെളിയിക്കാത്ത വാഹനങ്ങൾക്ക് സർവീസ് അനുമതി നൽകില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കും ശനിയാഴ്ച ബോധവൽക്കരണ ക്ലാസ് നടത്തും. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചത്. കുട്ടികളുടെ സുരക്ഷയ്ക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്നും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടോയെന്നുമാണ് പരിശോധിച്ചത്. ജോയിന്റ് RTO സലീം വിജയകുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബെന്നി വർഗീസ്, KV റെജിമോൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KK എൽദോസ്, M പ്രവീൺകുമാർ, S രജനീഷ് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. +186 വാഹനങ്ങളാണ് പരിശോധിച്ചത്. ഇതിൽ 24 വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടു. അപാകതകൾ പരിഹരിച്ചെത്തിയാൽ അടുത്ത ദിവസം ഇവ വീണ്ടും പരിശോധിക്കും. പരിശോധനയിൽ വിജയിക്കുന്ന വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിക്കും. ഈ സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ജോയിന്റ് RTO പറഞ്ഞു. 31-25 ശനിയാഴ്ച സ്കൂൾ ഡ്രൈവർമാർക്കും ആയമാർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം രാവിലെ 9:30 MA കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാ ആയമാരും ഡ്രൈവർമാരും പങ്കെടുക്കണം എന്നുള്ള കാര്യം ഓൾറെഡി സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും അത് പങ്കെടുത്തതിന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. സുരക്ഷാ പരിശോധന വിജയകരമായി പൂർത്തിയാകുന്നവർക്ക് ഇവിടെ വാഹനം രജിസ്റ്ററിൽ ചേർത്ത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള 2025-26 വർഷത്തേക്കുള്ള സുരക്ഷാ സ്റ്റിക്കർ പതിച്ച് നൽകുന്നതാണ്. ഈ വാഹനങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഈ അധ്യയന വർഷം നടത്തുന്ന എല്ലാ വാഹനങ്ങളും ഈ പരിശോധനയിൽ പങ്കെടുക്കുകയും സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിക്കണം എന്നുള്ള കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങളിലെ ജീവനക്കാർക്കും ആയമാർക്കും ബോധവൽക്കരണം നൽകുന്നുണ്ട്. ശനിയാഴ്ചയാണ് ക്ലാസ്. ഇതിൽ പങ്കെടുക്കാത്തവരെ വാഹനങ്ങളിൽ പോകാൻ അനുവദിക്കില്ല. GTV ന്യൂസ്, കോതമംഗലം.